പരിഹരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വലിയ കോളിളക്കം ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് അത്തരത്തിലുള്ളതെല്ലാം മല പോലെ നിങ്ങൾ പെരുപ്പിച്ച് കാണിച്ചതൊക്കെ മഞ്ഞ് പോലെ ഒരുങ്ങിപ്പോയില്ല. ആ മഞ്ഞൂരൊക്കെ എങ്ങനെയാണ് ഇപ്പോഴും ആർക്കും മനസ്സിലായില്ല. എന്താണ് പാലക്കാട് ശരിക്കും ഡീലുണ്ടെന്ന് പറയുന്നു. അവിടെ ബിജെപിക്കെതിരെ ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണോ കോൺഗ്രസ് നിർത്തിയിട്ടുള്ളത്? അതിശക്തനായ സ്ഥാനാർത്ഥി രമേശ് പിഷാരടി. അല്ല, അദ്ദേഹം നേരത്തെ തന്നെ ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ. കഴിഞ്ഞ ഇലക്ഷനിലില്ലേ എത്രയോ പരിപാടികളിൽ രമേശ് പിഷാരടി സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് ഞാൻ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയാണ് അവിടെ കിട്ടിയത്. പാലക്കാട് നേതൃത്വമായിട്ട് ആലോചിച്ചിട്ടാണ് ആ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചിട്ടുള്ളത്. വിജയിക്കുന്ന ഉറപ്പല്ലേ? അതിശക്തമായ രാഷ്ട്രീയ മത്സരത്തിലൂടെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരും. ഈ കെ സുധാകരനെ കണ്ടിരുന്നോ ഈ വിവാദത്തിന് ശേഷം? പലവട്ടം കണ്ടു. ഞാൻ ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ പലവട്ടം ഞാൻ പോയി. അദ്ദേഹം KPC ഓഫീസിൽ വന്നിരുന്നു. പലവട്ടം കണ്ടു. ഇനിയും കാണും. വിവാദത്തിന് എല്ലാ സമയത്തും കാണുന്നുണ്ട്. സാധാരണ CPM പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ യോഗത്തിൽ നിന്ന് ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അത് വീട്ടിൽ പോയി പറയുന്ന സമീപനം അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ ശൈലിയുടെ പ്രകടമായിട്ടുള്ള തെളിവാണ്. ആളുകൾ കമ്പയർ ചെയ്തിട്ടുള്ളത് ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ എന്താ പറയുന്നത്, എന്താ ചോദിക്കുന്നത്, എന്താ സംശയം എന്ന് ചോദിച്ചിട്ട് ആ സംശയത്തിന് ഉത്തരം പറയുമായിരുന്നു. സദസ്സിൽ നിന്ന് അന്ന പിന്നെ അത് പറയാം, വീട്ടിൽ പോയി ചോദിക്കുന്നല്ല. ഇത് കഴിഞ്ഞോട്ടെ, ഈ പ്രസംഗം കഴിഞ്ഞോട്ടെ ഞാൻ പറയാമെന്ന് പറയാം. അതിനിങ്ങനെയല്ല, ഒരു സമുന്നത സ്ഥാനത്തിരിക്കുന്നയാൾ ഒരു സാധാരണക്കാരൻ്റെ ഒരു ചോദ്യം ഉയരുമ്പോൾ ഇത്ര വയലൻ്റ് ആകണോ, ഇത്ര ക്ഷുഭിതനാകണോ? അത് തന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അത് തന്നെ യഥാർത്ഥ പിണറായി പുറത്തു വന്നു.